നിർത്താടിത് പത്തിരി പത്തിരി എപ്പത്തെ പത്തിരിയാ രാവിലത്തെ രാവിലത്തെ പത്തിരി ഇവിടെ വെക്കല് അനക്കത് തിന്നണം മുതലാണ് പഠിച്ചവനോട് ഭജന പറഞ്ഞിട്ട് വരും ഈ ഒരു ഒരുമ്പട്ടോളൂ ഈ അടുക്കളയിൽ കേറിയാണ്ടല്ലോ ഇവിടെ കടാ ഇത് എത്ര റബ്ബേ ഇതെന്താണ് പറിച്ച റബ്ബേ പൂളോർക്ക് അപ്പൊ ഇതൊക്കെ പെണ്ണെ എനിക്കൊരു ചൂടാറാതെ പാത്രത്തിൽ ഇട്ട ചൂടേ എന്റെ ഉമ്മ രാവിലത്തെ പത്തിരി ഇട്ട പാത്രം ഒന്ന് ഒഴിച്ചു വെച്ചതാ ഞാനത് എടുത്തൊക്കെ മറന്നു പോയത് നിങ്ങൾക്കും ഒന്ന് കണ്ടാലൊന്ന് എടുത്തു വെച്ചൂടെ നിങ്ങൾ ഇന്നോട് ഈ അംഗം കുറിക്കാനായിട്ട് നിക്കണത് നേരെ അങ്ങോട്ട് വിളിച്ചായ എന്നു തന്നെയല്ലേ പഠിപ്പ് ഹേയ് ഒരു സൗകര്യം ഇങ്ങോട്ടായോട്ടാ എനിക്ക് മടുത്താ ജിപ്പ് ഇറങ്ങിക്കപ്പെടും നിന്റെ പേരിൽ നിങ്ങളല്ലേ ചിപ്സ് തിന്നുകാണ്ട് ഇവിടെ ഇട്ടത് ഞാനല്ല ഇട്ടേണ്ടത് ഇത് ഇനിയിപ്പോ ഞാൻ ഇവിടെ കൊടുന്നിട്ടു ഇത് ചൂടാറാത്ത പാത്രത്തിൽ എനിക്ക് ഇട്ടൂടെ ഞാൻ കണ്ടിട്ടില്ലേ ഞാനത് കാണണം എല്ലാം കാണാൻ അതിനാണ് എനിക്ക് അള്ള രണ്ട് കണ്ണു വന്നു ഇത് മാത്രം മതിയേക്ക് എന്തൊക്കെ ഒരു പണിയുണ്ട് ഇവിടെ എന്തെല്ലാം ചെയ്യണ്ട് ഒക്കെ ചെല്ലണ ഒഴിവിട്ടുമ്പോ എടുത്തേക്കാന്ന് വെച്ച് മാറ്റി വെച്ചതാവും അങ്ങനെ വിചാരിച്ചു നിങ്ങൾക്ക് തൊള്ളക്ക് പറയാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് ഇത് ഇങ്ങനെ കേട്ടിക്കുക പിന്നെ കൊറേ ആയി ഞാൻ സഹിക്കുന്നു സഹിക്കണം ഞാൻ എന്ത് ചെയ്താലും പിടിച്ചാലും നിങ്ങൾക്ക് ഈ കുറ്റം ഒരു മുതല് ഞാൻ മനസ്സറിഞ്ഞ് ചെയ്യാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ അവിടെ കേറി വന്ന് ഇതെന്താ പഞ്ചാരല്ലേ ഇത് പഞ്ചാര ടിന്നിലല്ലേ ഇട്ടേക്കല് അല്ലാതെ പഞ്ചാര ടിന്ന് നിറഞ്ഞു കിടക്കുകയാണ് ആ ബാക്കി അവിടെ നോട്ടെ ഞാൻ ചായക്ക് ഇട്ടോണ്ടേ അങ്ങനെ ചായക്കിട്ട ഉറുമ്പ് അറിയില്ല ഇല്ലേ അപ്പൊ നിങ്ങൾക്ക് ഒന്ന് ഇട്ടൂടെ ഞാനല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കൽ ഇജാണ് എന്റെ മൂത്ത മോന്റെ പെണ്ണുങ്ങള് ഇജാണ് മറ്റൊരു ഗൾഫിലല്ലേ അപ്പൊ ഇവിടുത്തെ കാര്യമൊക്കെ നോക്കേണ്ടത് ഇജാണ് എല്ലാത്തിലും എന്റെ മാങ്ങൾ കേറി ഇങ്ങനെ ഇതാക്കലിട്ടാക്കി പറ്റണില്ല കൂട്ടാൻ വെച്ച കേട് കുറ്റ മുളകില്ല മര്യാദ നോക്കുമ്പോ ഒരു കേടുണ്ടാവും ഇറങ്ങിപ്പോയി കണ്ടു ഞങ്ങള് നാളെ മുതൽ ഇങ്ങോട്ട് വെച്ചോളൂ ഞാനല്ലേ പക്ഷെ എന്നെ പാടില്ല ഇറങ്ങിപ്പോയിക്കൊണ്ട് രാവ് മുതൽ അന്ത്യോളം പണി തന്നെ ഒരു നേരം ഞാൻ അവിടെ ഇരിക്കണ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇരിക്കാൻ പാടില്ല കുറ്റങ്ങൾ തന്നെ ഉള്ളൂ പണിയെടുക്കാൻ പെണ്ണുങ്ങളായാല് പണി എടുക്കുന്നുണ്ട് വേണ്ടോളം ഞാൻ പേർന്നുണ്ട് ഇവിടെ സമയത്തെ ഇപ്പൊ 4 ഇളച്ചന്മാരെ ഓർക്കൊക്കെ വെച്ചിട്ടുണ്ടാക്കി നിങ്ങളെ പോലത്തെ കാലൊന്നല്ല ഇപ്പൊ കുറച്ചൊക്കെ റെസ്റ്റ് ഇതൊക്കെ വേണ്ട ഒന്നുമില്ല നിങ്ങളെ ഇത് കേട്ടിക്കാൻ തന്നെ ഈ ചായപ്പൊടി പാത്രം ഇത് അടുക്കള ഒരു വൃത്തി അടുക്കള തന്നെയല്ലേ പിന്നെ വെക്കുക കടാ മൂത്തങ്ങളെ ചോറാണ് ഈ വെച്ചത് ആ ചോറ് രാത്രി തിന്നണ്ടെങ്കി ഇത് ആർക്കൊക്കെ ചോറാടി എല്ലാവർക്കും ഇപ്പൊ സ്വസ്ഥത സമാധാനം തരും നിങ്ങള് എന്നും ഇതന്നത് എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയുള്ളൂ ഇന്റെ പറച്ചിലും ഇന്റെ ഇതും എനിക്ക് സഹിക്കാൻ പറ്റെങ്കിലേ ഇറങ്ങി പോടി പോവന്നെയാണ് നല്ലത് ഇന്റെ പേരെ എനിക്ക് കിട്ടുമല്ലോ ചാത്തൊരു സാധനം തലപ്രാന്ത് പിടിച്ചിട്ട് വയ്യ മനുഷ്യനെ എന്തേന്നാ നമ്മള് ഉമ്മാനെ കൊണ്ട് സ്വസ്ഥതയിലേക്ക് എന്ന് നോക്കിയാലും ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അതിന് തൊട്ടേന് പിടിച്ചതിന് കുറ്റം ഒരു കറി ഉണ്ടാക്കി അതിന് കുറ്റം ഇപ്പൊ ചായപ്പൊടി അവിടെ പഞ്ചസാര അവിടെ ചായക്കടി അവിടെ പിന്നെ അടുക്കളയിലല്ലേ ഇതൊക്കെ വെക്കുക ഞങ്ങൾ സോപ്പിടാണ് വരണ്ടേട്ടാ അടുത്ത് ഞാൻ പോവും എന്റെ വീട്ടിലേക്ക് എന്താണ് മോൻ ചോദിച്ചിരിക്കുന്നത് എനിക്ക് ദേഷ്യം പിടിച്ച് പ്രഷർ കയറിയിട്ടുണ്ടാവും സർക്കുലേഷൻ കൂടിയപ്പോൾ ചോന്നില്ലേ ശരിക്കും നമുക്ക് മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നാവും കേട്ടോ നോക്കാം മാത്രല്ല ഒരു ഗ്ലോ ഉണ്ട് എന്ത് ഞാൻ ആ ക്യാരറ്റ് ഓയിൽ വെക്കുന്നത് അത് പറ സത്യം ആടി ഞാൻ ഈ അവിടെ ബഹളത്താക്കിട്ട് വരുന്നത് കണ്ട് അപ്പൊ പെട്ടെന്ന് മുഖം ഇങ്ങനെ ചോന്ന് കണ്ടപ്പോഴേ കയ്യിനൊക്കെ മാറ്റണ്ടോ കയ്യിന് ചെറുതായിട്ടൊക്കെ ഉണ്ട് അപ്പൊ കയ്യുമലും തേക്കണ്ട കൊണ്ടടിയത് നിങ്ങള് അല്ലെങ്കിലേ ഗ്ലാമറാണ് എത്ര ഗ്ലാമർ മതി ഒന്ന് പോയിക്കാണ് എടുത്ത് പണിണ്ട് ഇവിടെ പെണ്ണുങ്ങൾ ചെറില്ല പറയാ എന്താ ചോദ്യം വളർത്തുണ്ട് അന്റെ പെണ്ണ് നായിക്കാട്ടോ നായിക്കാട്ടെ കഴിക്കാൻ നന്നാവില്ലല്ലോ നായിക്കാട്ടത്തിന്റെ എസൻസ് ആണ് നായിക്കാട്ടുമല്ല ആണ്ട് എന്തൊക്കെ അവള് പിന്നെ കുറച്ച് നേരം കൊണ്ട് പറഞ്ഞു കൂട്ടിയെന്ന് എനിക്കറിയാം നല്ല തമാശ പറയണത് അത് കേട്ട് ഇവിടെ ഇങ്ങനെ കുത്തിരിക്കല്ലേ പെങ്കൂസ എന്താടാ എന്താണ് ഇവിടെ ഒരു പിടി രോമം നരച്ചുണ്ടായിരുന്നല്ലോ ഇപ്പൊ എങ്ങനെ കറക്കും അതൊക്കെ കറക്കും അന്നിപ്പോ ചേരട്ടെ പോണു ഞാൻ ഡൈ ഒന്നും ഇട്ടിട്ടില്ല പോണു നിങ്ങൾ എന്തൊക്കെയോ മുഖത്ത് കാട്ടുന്നുണ്ട് കഴുത്തിന്റെ ഇവിടെ അങ്ങനെ ഒരു 3-4 ചുളി ഉണ്ടായിരുന്നില്ലേ കഴിഞ്ഞ മാസമൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പൊ കാണാനില്ലല്ലോ
എന്തേലും പറ്റുണ്ടോ നിങ്ങള്? ഉണ്ടപ്പ എന്തേ തോന്നുന്നുണ്ട് എനിക്ക്. ആ ഏ? ആ ഒരു ഇത്ര പ്രായമായിട്ടും അതിന്റെ ആ ഒരു ഇത് കാണുന്നില്ല. നീ ആര് അറിയടാ? അതെന്താ സംഭവം? ഉമ്മച്ചിനെ കണ്ടിട്ട് അവന്റെ ആ കവളത്തൊക്കെ ഇവിടെ ഒരു കറുത്ത കരിമംഗലം പോലത്തെ ഒക്കെ ഉണ്ട്. അതൊക്കെ പോയി ഇതവിടത്തും പോയി. എന്ത് സാന്തനോട് പറഞ്ഞേ, ആ. പിന്നെ ഈ ഇതുണ്ടല്ലോ തന്നെ നമ്മളെ ആ വൈലറ്റ് സാധനമല്ല ബീട്രൂട്ട്, ആ അത് അരച്ചുകണ്ടായി കുറച്ച് ആ. കടലപ്പൊടി ഇട്ടുകാണ്ട് മുഖത്ത് തേക്ക രാവിലെ എന്നും നീച്ചാട്. ഇപ്പൊ ഈ തിന്നാൻ കൊണ്ടിരുന്ന ബീട്രൂട്ടും കടലപ്പൊടിയൊക്കെ മൂത്ത് പരട്ടല. ചൊറുക്കുണ്ടാനടാ, ചൊറുക്കാണ്ടേ? ആയിക്കോട്ടെ, അതിന്റെ മുകളിലൊക്കെ ചുളിവൊക്കെ പോയിട്ട് കൈമേല് കാൽമേലൊക്കെ പരട്ടുണ്ടാവൂലേ? ചുളിവൊന്നുമില്ല, അതണ്ട ഒരു കാര്യം. അത് പോയിക്കോളുന്നു ചായ എടുത്തോണ്ടിരി പോയിട്ട്. ആയേ ആ പല കടലയാ ചായണ്ട കട്ടൻ ചായ മതി. ചെറുക്കൻ അതും കണ്ടുപിടിച്ച് വല്ലാത്തൊരു വരാല്. എന്നാലേ ഈ പണ്ടാറങ്ങളേനെ സഹിക്കണമെങ്കിൽ ഇങ്ങനെ എന്തേലൊക്കെ ട്രിക്ക് ഉപയോഗിക്കണം. പൈങ്കിളി ട്രിക്കാണ് ഇതൊക്കെ, എല്ലാവരും ഉപയോഗിച്ച് പഴകിയ ട്രിക്ക്. എന്താ ചെയ്യ, ശ്രദ്ധിക്കേട്.